ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തൻ്റെ വചനമയച്ച് ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇല്ലാത്തതിനെ ഉള്ളപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവവചനത്തിനകത്ത് എന്തെല്ലാം ശക്തിയുണ്ടോ, ദൈവവചനത്തിന് എന്തെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യൻ്റെ ദേഹത്തെ തൊടാൻ കഴിയും, മനുഷ്യൻ്റെ ദേഹിയെ തൊടാൻ കഴിയും, മനുഷ്യൻ്റെ ആത്മാവിനെ തൊടാൻ കഴിയും. മനുഷ്യൻ്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും തൊടാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. അതായത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ സോൾ, ബോഡി, സ്പിരിറ്റ് 3 മേഖലയും തൊടുവാൻ ദൈവവചനത്തിൽ കഴിയും. ഇന്ന് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. സാക്ഷാലാകുന്നതുപോലെ വിശ്വസിക്കുന്ന നിങ്ങളിൽ ഈ വചനം വ്യാപരിക്കും. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഈ വചനം പ്രവർത്തിക്കും. മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ബന്ധങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അറിവിനും പരിചയസമ്പത്തിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പണത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവവചനത്തിന് നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയും. ആ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ആ വചനമെന്ന കണ്ണാടിയിലൂടെ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പാപങ്ങൾ, തെറ്റുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ അപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായി ഏറ്റവും പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് എന്നിൽ ഭരമേൽപ്പിച്ച ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. അതിനകത്തൊരു ദൂത് മറഞ്ഞു കിടപ്പുണ്ട്. ലൂക്കോസ് 18:7. ദൈവം ഒരപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് പ്രാർത്ഥനയുടെ ഒരു ഉപമ പറഞ്ഞ് പ്രാർത്ഥിക്കണം, അടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ള വിഷയത്തെ തൻ്റെ ശിഷ്യന്മാരുമായി അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഉപമ പറയുന്നു. ആ ഉപമയുടെ അവസാന ഭാഗത്ത് പറയുന്നൊരു വാചകങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. അതിൻ്റെ പശ്ചാത്തലമോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല, പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, വാക്യത്തിനകത്തൊരു മർമ്മം മറഞ്ഞു കിടക്കുന്നുണ്ട്. ദൈവം ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു. ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു. ആ വ്യക്തി ആര്? ദൈവം ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രവർത്തന രീതി എന്ത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താ ദൈവത്തിൻ്റെ പ്രവർത്തന രീതി? ദൈവത്തിൻ്റെ പ്രവർത്തന രീതി ഇതാണ്: വേഗത്തിൽ തൻ്റെ പ്രതിക്രിയ ദൈവം ചെയ്യുകയാണ്. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാ സംശയങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, എല്ലാ മുൻവിധികളും മാറിപ്പോകട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്നുള്ള വിശ്വാസത്താൽ ഈ മെസ്സേജിന് ആമേൻ പറഞ്ഞാൽ, ഈ വചനത്തിന് ആമേൻ പറഞ്ഞാൽ, വേഗത്തിൽ ദൈവം ചില പ്രതിക്രിയകൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യും. ദൈവം ചെയ്യുന്ന കാര്യം ഇവിടെയുണ്ട്. എന്താ ദൈവം ചെയ്യുന്നത്? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. രാവെന്നോ പകലോ ഒന്നും ഇല്ലാതെ, കാല വ്യത്യാസമില്ലാതെ, സമയവ്യത്യാസമില്ലാതെ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് വേഗത്തിൽ ആ പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യം കയറേണ്ടത്. ദൈവം ചെയ്യുന്ന കാര്യം ഇതാണ്: വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. വാ തുറന്നൊന്ന് പറയാമോ ദൈവം ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ച്? വേഗത്തിൽ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നു. ആ വേഗത എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് വെളിപ്പെടുന്ന വേഗത, അത് ദൈവത്തിൻ്റെ വേഗതയാണ്. അത് നമുക്കറിയത്തില്ല, അതെപ്പോഴാണെന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വേഗത്തിൽ ദൈവം ചിലത് ചെയ്യും. വേഗത്തിൽ
വേഗത്തിൽ. ദൈവത്തിൻ്റെ വേഗത, ദൈവത്തിൻ്റെ സ്പീഡിനെ കുറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ വേഗത കുറയുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ തക്ക സമയത്തിൽ നിന്ന് ലാഗ് വരും, വ്യത്യാസം വരും എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയത്തെ തടയാൻ ആർക്കും കഴിയത്തില്ല. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ എന്നൊരു പദം തിരുവചനത്തിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ദൈവം ക്രമപ്പെടുത്തും. അതിനെയെല്ലാം ഒരു ഓർഡറിൽ കൊണ്ടുവരും. ചിതറിക്കിടക്കുന്ന അസ്ഥികളെയെല്ലാം ഒന്നിച്ചാക്കി ഒരു സൈന്യമാക്കി മാറ്റിയതുപോലെ വേഗത്തിൽ ദൈവം കാര്യങ്ങൾ പറഞ്ഞേ. എനിക്ക് വേണ്ടി ദൈവം വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യാൻ പോകുകയാണ്. പക്ഷെ വേഗത്തിൽ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ഉഴപ്പി നടക്കുന്നവർക്ക് വേണ്ടിയാണോ? ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ലോകവുമായി ഇടകലർന്ന് ചേർന്ന് ജീവിക്കുന്ന, ദൈവവുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയല്ല വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്നവിടെ ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് വേഗത്തിൽ ദൈവം ചെയ്യുന്നുണ്ട്. ആ ബ്ലെസ്സിങ്, ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണമെന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചായിരുന്നോ പദം? ലൂക്കോസ് 18:7 ദൈവം രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ. വൃതൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ചോസൺ, എലക്റ്റ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ കാര്യം വേഗത്തിൽ അങ്ങ് ദൈവം ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വൃതൻ എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവം കണ്ട് സെലക്ട് ചെയ്ത ആളാണ്, ദൈവത്തിൻ്റെ ആളാണ്. ആ വ്യക്തി ആ വ്യക്തിയുടേതല്ല, ആ വ്യക്തി മനുഷ്യൻ്റെ അല്ല, ലോകത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ വൃതനാണ്. നമുക്കറിയാം, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ വ്രതമനുഷ്ഠിക്കും. ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ മാംസഭക്ഷണം കഴിക്കാതെ, പലവിധമാകുന്ന ജീവിത ചര്യകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവർ വൃതന്മാരാണ്. കാരണം ഇന്നൊരു തീർത്ഥാടനത്തിന് പോകുക, ഇന്ന സ്ഥലത്തേക്ക് അവർ വ്രതം എടുത്തിരിക്കുക, വ്രതം നോക്കണം. ചില ചികിത്സയ്ക്ക് വ്രതം നോക്കണം. ഉപ്പ് പുളിയൊന്നും കഴിക്കാൻ പാടില്ല, എരിവ് കഴിക്കാൻ പാടില്ല, പച്ചക്കറി മാത്രമേ കഴിക്കാൻ പറ്റൂ, എണ്ണ വറുത്തോ പൊരിച്ച് കഴിക്കാം. വ്രതം തെറ്റിയാൽ മരുന്ന് ഫലിക്കില്ല. വ്രതം തെറ്റിയാൽ റിസൾട്ട് ഉണ്ടാകത്തില്ല, പറയുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകത്തില്ല. വ്രതം തെറ്റിയാൽ നിൻ്റെ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന ബൈബിൾ പറയും. നിൻ്റെ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ, നിൻ്റെ പ്രാർത്ഥന വേഗത്തിൽ ഫലിക്കണമെങ്കിൽ വചനം പറയുന്നു, ദൈവവചനം പറയുന്നു, നീ വൃതനായിത്തീരണം. പ്രാർത്ഥന ഫലിക്കാൻ വേണ്ടിയല്ല വൃതനാകുന്നത്. വൃതനാകുക എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാകട്ടോ. എന്നാൽ പ്രാർത്ഥന പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം, ജോലി നടക്കണം, ഭവനം കിട്ടണം, വിദേശത്ത് പോകണം, കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്താകാൻ, എന്നാൽ പിന്നെ വൃതനായിരിക്കും. അല്ലല്ല, അത് സെക്കൻഡ് തിങ്ങാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതാ. നീ സെലക്ട് ചെയ്യപ്പെട്ട ലോകത്തിൽ നിന്നൊരു കൂട്ടം ആളുകളെ ദൈവം സെലക്ട് ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ, കരുണയാൽ, യേശുക്രിസ്തു മുഖാന്തരം സെലക്ട് ചെയ്തിരിക്കുക. അങ്ങനെയുള്ള ആ വ്യക്തിയാണോ താങ്കൾ? ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളയാളെന്ന് പറയാമോ? യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്ന ആളെന്ന് പറയാം. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. ആമേൻ. ബൈബിൾ പറയുന്ന ചില അഭിസംബോധനകളുണ്ട് കേട്ടോ. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക് എഴുതുന്നത്. അപ്പം പത്രോസ് ലേഖനം എഴുതുന്ന ആ കൂട്ടത്തെ പത്രോസ് അഭിസംബോധന ചെയ്യുന്നത് വൃതന്മാരെന്നാണ്. ന്യായാധിപന്മാർ 16:17 ശിംശോൻ പറയും, ഞാൻ ദൈവത്തിന് വൃതസ്ഥന, ഗർഭം മുതൽ ദൈവത്തിന് വൃതസ്ഥന. ശൗരം ചെയ്താൽ എൻ്റെ ബലം പോകും, ശൗരം ചെയ്യരുതെന്ന് നാസീർ വൃതസ്ഥന്മാരുടെ വൃതത്തിനകത്ത് പറയുന്നത്. അത്
താൻ ജനിക്കുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞതാണ്, ശിംശോൻ്റെ അമ്മയോട്. താൻ പറയും, ഞാൻ വ്രതസ്ഥനാണ്, എൻ്റെ വ്രതം തെറ്റിച്ചാൽ എൻ്റെ ശക്തി എന്നിൽ നിന്ന് പോകും. അതേ പ്രിയരെ, ഞാനും നിങ്ങളും ദൈവത്തിന് വ്രതൻ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സെലക്ട് ചെയ്ത ആളാണ്. എല്ലാവരും ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ആരാ? നമ്മൾ വ്രതന്മാരാണ്. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന് വ്രതനാണ്. ആർക്കും നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. കുടുംബക്കാർക്ക് നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. മാതാപിതാക്കൾക്ക് നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. നിൻ്റെ ജീവിതത്തിൽ മൊത്തം കട്ടതയാണെങ്കിലും ഇരുട്ടാണെങ്കിലും ഞാൻ ഇന്ന് ദൈവവചനപ്രകാരം പറയുന്നു, ദൈവത്തിന് നിന്നെ വേണം. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ വേണം. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിൻ്റെ അകത്ത് കിടക്കുന്നു. ദൈവത്തിന് നിന്നെ വേണം. മരിച്ചു കളയാമെന്ന് പറയരുത്. ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറയരുത്. എല്ലാം മടുത്ത് ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണെന്ന് പറയരുത്. തിരിച്ചു വാ. ദൈവത്തിന് നിന്നെ വേണം. നീ ദൈവത്തിൻ്റെ വിലയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് കർത്താവ് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നീ വിലപ്പെട്ടത്, ദൈവത്തിന് നീ വിലപ്പെട്ടതാണ്. സ്തോത്രം. അപ്പോൾ വൃതന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടുന്നത്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് പാപം വെച്ചുകൊണ്ട് ദൈവഹിതമില്ലാത്തത് വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിനകത്ത് ദൈവഹിതമില്ലാത്തത് കാണുകയും കേൾക്കുകയും രസിക്കുകയും ചെയ്തിട്ട് ഞാൻ ദൈവത്തിന് വൃതനാണെന്ന് പറയരുത്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. സദൃശവാക്യം 15:29, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. അപ്പം കേൾക്കുന്നത്, ദൈവം കേൾക്കുന്നത് ആരുടെ പ്രാർത്ഥനയാണ്? നീതിമാന്മാരുടെ പ്രാർത്ഥന. 145 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യം, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. അവരുടെ നിലവിളി കേട്ടവരെ. അപ്പോൾ ഭക്തന്മാരുടെ ആഗ്രഹം, നീതിമാന്മാരുടെ പ്രാർത്ഥന, ഭക്തന്മാരുടെ പ്രാർത്ഥന. അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ആളുകളുടെ പേരുകൾ നിങ്ങൾ കേട്ടോ, സ്വഭാവം നിങ്ങൾ കേട്ടോ. 66 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് അകൃത്യം വെച്ചോണ്ടിരുന്നു എങ്കിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കത്തില്ലായിരുന്നു. ഹൃദയത്തിനകത്ത് അകൃത്യമുണ്ടോ? ഉപേക്ഷിക്കാൻ കഴിയാത്ത പാപങ്ങൾ, അത് വേണ്ട എന്ന് പറ. അത് ഉപേക്ഷിച്ച് വേണ്ട. നീ ദൈവത്തിന് വ്രതന. വേഗത്തിൽ കാര്യങ്ങൾ ദൈവം ചെയ്യും കേട്ടോ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന്. ഒരു ശുദ്ധീകരണം സംഭവിക്കട്ടെ. നിത്യത നഷ്ടപ്പെടുന്ന ഒന്ന് ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരിക്കരുത്. യോഹന്നാൻ 9:31, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. ഇപ്പം ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? ദൈവഭക്തനായിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ശിയാ 1:14, 15, 16 ശക്തമായൊരു പ്രവചന ദൂത് കിടക്കുക. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ വെറുക്കുക. നിങ്ങൾ അമാവാസി ആചരിക്കുന്നു, ഉത്സവങ്ങൾ ആചരിക്കുന്നു, ഞാൻ വെറുക്കുക. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണെ മറച്ചുകൾ. എന്നൊരു കൈ മലർത്തുക പ്രാർത്ഥിക്കുന്നതിനെ സൂചിപ്പിക്കുക. നിങ്ങൾ കൈ ഇങ്ങനെ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയുക. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവേ. തിന്മ ചെയ്യുന്നത് മതിയാക്ക്. എന്താ പറയുക, നീ കൈ മലർത്തുമ്പോൾ എനിക്ക് വെറുപ്പാണ് കേട്ടോ. എത്ര പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. കൈ മലർത്തുമ്പോൾ ഞാൻ കണ്ണു മറച്ചു കളയും. കാരണം നിൻ്റെ കൈ അശുദ്ധമാണ്, നിൻ്റെ ഹൃദയം അശുദ്ധമാണ്, നിൻ്റെ കണ്ണ് അശുദ്ധമാണ്. നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ദോഷത്തെ നീക്കിക്കള. തിന്മ ചെയ്യുന്നത് മതിയാക്ക്. നിങ്ങളെ കഴുകി വെടിപ്പാക്കി. ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ ഈ വചനം ചിലരെ ശുദ്ധീകരിക്കുക ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, കർത്താവിനെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാട്ടെ, ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഒരു ശുദ്ധീകരണ വചന കേൾവിയിലൂടെ ദൈവം ചെയ്യാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തം നിൻ്റെ സകല ഭാവം പോക്കി നിന്നെ ശുദ്ധീകരിക്കാൻ മതിയാതെ. എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ ഹൃദയം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
17 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുക. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണം. വാഗൊണ്ട പ്രാർത്ഥിക്കുക പറയാം, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥനയെ ചെവിക്കൊള്ളണം. സ്തോത്രം. 2 ദിനവൃത്താന്തം 7:14 എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ചവരുടെ ദേശം സൗഖ്യം വരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോഴാണ് തരുന്നത്? എൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇവിടെ തരുന്നത് തങ്ങളെ തന്നെ താഴ്ത്തണം. എന്തെങ്കിലും ദുർമാർഗങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് വിട്ട് തിരിയണം, അത് ഉപേക്ഷിക്കണം. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. സ്തോത്രം. എലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ തീയിറക്കുമ്പോൾ അതിന് തൊട്ടുമുമ്പ് ചെയ്തൊരു കാര്യമുണ്ട്. ഇടിഞ്ഞു കിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കി, ആരാധന നന്നാക്കി, ജീവിതം നന്നാക്കി എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഇടിഞ്ഞു കിടക്കുന്ന ഇടിവുകൾ നന്നാക്കണം, എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ആമേൻ. വേദപുസ്തകം നമ്മൾ ഒരുപാട് തവണ വായിക്കും. സ്ഥലത്ത് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഭക്തിയോടെ, വിശുദ്ധിയോടെ, വെടിപ്പോടെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കെല്ലാം വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് മെസ്സേജ് കേൾക്കുന്ന പ്രിയരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ദൈവത്തിന് വൃതന, ദൈവഹിതമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. യാക്കോബിൻ്റെ ലേഖനം 5:11-16 നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അവിടെ വായിക്കുന്നു ഫലിക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥന ഫലിക്കുന്നു. എന്നാൽ സദൃശവാക്യം 15:8 വായിക്കുന്നു, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥന അവന് പ്രസാദം. ഫലിക്കുന്ന പ്രാർത്ഥന, പ്രസാദമുള്ള പ്രാർത്ഥന. എന്നാൽ മറ്റൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. അത് ഫലിക്കുന്ന പ്രാർത്ഥന പോലല്ല, പ്രസാദമുള്ള പ്രാർത്ഥന പോലല്ല. സദൃശവാക്യങ്ങൾ 28:9 ഇങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാണ്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? വചനത്തിൽ രസിക്കണമെന്നും വചനത്തിൽ വിശ്വസിക്കണമെന്നും ദൈവം അയച്ച വചനം അയക്കുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ദൈവം പ്രാർത്ഥന വെറുപ്പാണെന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ആമേൻ. ഇതാ പറയുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ, വചനം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ, വചനം ഏറ്റെടുക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന തന്നെ വെറുപ്പാകും. അതുകൊണ്ട് ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ വെറുപ്പാകുന്ന പ്രാർത്ഥനയല്ല, ഫലിക്കുന്ന പ്രസാദമുള്ള പ്രാർത്ഥന, വേഗത്തിൽ പ്രതിക്രിയ നടത്തുന്ന പ്രാർത്ഥന നമ്മുടെ അതരത്തിൽ നിന്ന് ഉയരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമ്പൂർണ്ണമായൊന്ന് സമർപ്പിച്ചേ. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ തലത്തിലേക്ക് കയറി വരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? ദൈവത്തിന് വ്രതസ്ഥരായി നിൽക്കാൻ എനിക്ക് താല്പര്യം, ദൈവത്തിൻ്റെ വ്രതയായി നിൽപ്പാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് ദൈവം അറിയുന്നല്ലോ. ദൈവത്തിന് വ്രതസ്ഥരായി ദൈവം ഞങ്ങൾ ഈ ലോകത്തിൽ നിർത്തിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്താൻ, കപടമില്ലാത്ത അതരമുള്ളവരായി തീരാൻ, ദൈവഭക്തരായി തീരാൻ, അകൃത്യം ഹൃദയത്തിൽ കരുതാതിരിക്കാൻ, ദൈവത്തിന് പ്രസാദമുള്ള, ഫലിക്കുന്ന, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നവരായി തീരാൻ ഞങ്ങളെ സഹായിക്കണേ. ദൈവത്തിന് വെറുപ്പാകുന്നവരല്ല, നീതികേട് ഞങ്ങളിൽ നിന്ന് അകന്ന് അതിനെ അകറ്റി ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിപ്പാൻ സഹായിക്കണേ. ഈ മെസ്സേജ് കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് കേട്ട വചനപ്രകാരം വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന നന്ദി. ഒരു വ്യക്തി പോലും ക്ഷീണിച്ച് ഭാരപ്പെട്ടിരിക്കാൻ ദൈവം സമ്മതിക്കരുതേ. പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ച, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സകല വ്യക്തികൾ ഈ സമയത്ത് ഓർക്കുന്നു. ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് നന്ദി പറയുന്നു. നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും ജീവിതത്തിൽ നിന്നുണ്ടാകാൻ ദൈവം അനുവദിക്കരുത്. വ്രതം തെറ്റിക്കുന്ന ഒന്നും, ദൈവവചനത്തിൽ നിന്ന് പിന്മാറുന്ന ഒന്നും ജീവിതത്തിൽ ചെയ്യാൻ ദൈവം സമ്മതിക്കരുതേ.
ഒരുമിച്ച് അനുഗ്രഹിക്കും. നിങ്ങളുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.